അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ പീസസാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ചെറുതാക്കണമെങ്കിൽ ചെറിയ പീസാക്കി എടുക്കാം. ഒരുപാട് വലിയ പീസല്ല, ഈ ചെറിയ പീസ് ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്നുമല്ല, ബട്ടർ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ബട്ടർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നെയ്യ് ചേർക്കാം കേട്ടോ. സാധാ നെയ്യില്ല നമ്മൾ ഉണ്ടാക്കുന്നത്, നെയ്യ് ചേർക്കാം. അല്ലെങ്കിൽ ബട്ടറിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ച ചിക്കനില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ആ ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ ഈ പച്ച കളറൊക്കെ ഒന്ന് പോയി കളർ ചേഞ്ച് ആവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. ഇപ്പോൾ പാചകം അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. കളർ മാറി വരുന്നുണ്ടല്ലേ. ഇതിൽ നമ്മൾ ഉള്ളി തക്കാളിയോ അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല, പൊടികളൊന്നും ചേർക്കുന്നില്ല, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഒരു ചിലവും ഇല്ല. ഈ ചിക്കൻ മാത്രം വാങ്ങുന്ന ഒരു ഇതേ ഉള്ളൂ. ബാക്കി ചേർക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മളിതാ ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ ഈ വെള്ളം ഇറങ്ങി വരും. നമ്മൾ വെള്ളം വേറെ നമ്മൾ ചേർക്കുന്നൊന്നുമില്ല, ആ വെള്ളം അങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചിക്കൻ്റെ കളറൊന്ന് വെന്ത പോലെ കളർ മാറിയില്ലേ. ഈ കളർ മാറുന്ന ടൈമിൽ ഞാനിവിടെ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 20 വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടോ, മിക്സിയിലൊന്നും അരക്കരുത്, ചതച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അത് ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണക്കമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ എരിവുള്ള ഉണക്കമുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവ് വലിയവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചില കുട്ടികൾക്ക് എരിവ് പറ്റില്ല. അപ്പം ഞാനിവിടെ വലിയ ആളൊക്കെ എരിവ് ഇതൊക്കെ കഴിക്കട്ടെ, എന്ത് സ്പൈസി ആണെങ്കിലും കഴിക്കും. ചെറിയ ആൾക്ക് കിടക്കണമെങ്കിൽ നമ്മളെന്ത് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ ബാക്കി എടുത്ത് മാറ്റിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അവർക്കുള്ളത് ഫ്രൈ ചെയ്ത് കൊടുക്കും. നമുക്കിത് എങ്ങനെ നമ്മൾക്ക് കഴിക്കാം, അത്ര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. സാധാ നമ്മൾ ഉണക്കമുളക് ഇടുന്ന പോലെ തന്നെ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എരിവ് കൂടുതലുള്ള ഉണക്കമുളകാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് കൊടുക്കുക. എരിവ് കുറവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്ര എരിവൊന്നും ഉണ്ടാവില്ല. എരിവ് കഴിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇലക്കൊക്കെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ വെന്തതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്, ഇളക്കി കൊടുത്തിരുന്ന ഇടയ്ക്ക്. അപ്പോൾ ഇതാ വേവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വെറ്റി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ, നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇത് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ, വെറും ചോറിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ, ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്കത് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നുണ്ടെങ്കിൽ വെറുതെ എടുത്ത് കഴിക്കാൻ, നമുക്ക് ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ പൊടികളോ അതുപോലെ തക്കാളി ഉള്ളി ചിക്കൻ മസാല ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ ഇളക്കി കൊടുത്ത് തന്നെ നിന്ന് നല്ല ഡ്രൈ ആയി കിട്ടും. ഒരു ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ, ഇളക്കി കൊടുത്ത് തന്നെ നിൽക്കണം, ഒന്ന് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കഴിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉപ്പിടണ്ട. എനിക്ക് കുറച്ച് കുറവ് തോന്നിയിട്ടാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഡ്രൈ ആക്കുന്നുണ്ട്. എനിക്ക് ഇനി ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടച്ച് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഒരു പേസ്റ്റ് പോലെ കിട്ടും. ഇപ്പോൾ ഞാൻ ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. എനിക്ക് കുറച്ച് ഗ്രേവി ടച്ച് ചെയ്യാൻ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്നും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കുറുകിയിട്ട് അപ്പോൾ ഒരു ഗ്രേവി പോലെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിരിക്കും. ഇങ്ങനെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് ആണുള്ളൂ. അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.